മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. യെസ്, വീണ്ടും സ്വാഗതം മധുര നാരങ്ങയിലേക്ക്. മധുര നാരങ്ങയിലെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്ന സെഗ്മെന്റിലേക്ക്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണല്ലേ അത്. ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള പറയാനുള്ള എന്താണെന്നറിയോ, നമ്മൾ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന ഒരു വാക്ക്. അതെന്ത് എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളില്, ഉൾനാടൻ പ്രദേശങ്ങളില് ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. ഓണേശ്വരൻ എന്നും ഇതിനൊരു വിളിപ്പേരുണ്ട് കേട്ടോ. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടാണ് ഓണപ്പൊട്ടന്റെ വരവെന്ന് പറയാം. മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടൻ എന്നും വിശ്വാസമുണ്ട്. 41 ദിവസത്തെ ചിട്ടയായിട്ടുള്ള വ്രതത്തിന് ശേഷം ഉത്രാടം നാളിൽ പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് ഈ ഒരു വേഷം കെട്ടുക. നിസ്സാര പണിയൊന്നുമല്ല. അപ്പോഴും നേരം വെളുത്താൽ 6 മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായിട്ട് ഓണപ്പൊട്ടൻ തിരിക്കും. ഒരിടത്തും നിൽക്കാതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടന്റേത്. പരമാവധി വീടുകളിലെത്താനുള്ള പ്രയത്നമാണത്. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്യും. മണികിലിക്കിയാണ് ഓണപ്പൊട്ടന്റെ വരവ്. ഓണപ്പൊട്ടൻ വാ തുറന്ന് ഒന്നും ഉരിയാടാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ റിയൽ ലൈഫിൽ പലരും പറഞ്ഞു, നീ എന്താ ഓണപ്പൊട്ടനാ, നീ പൊട്ടനാടാ എന്ന് പറയാറില്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന വിളിപ്പേരുണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. വൈകിട്ട് 7 വീട്ടിൽ തിരിച്ചെത്തും വരെ ആരോടും മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന ഈ ഒരു തെയ്യത്തിന്റെ ആചാരം എന്ന് പറയുന്നത് കേട്ടോ. ഓണപ്പൊട്ടന്റെ വേഷവും വളരെ മനോഹരമാണ്. മനയോലയും ചായില്യവും ഒക്കെ ചേർത്ത മുഖത്തെഴുത്ത്, ചൂടകവും ഹസ്തകടകവും ചേർന്ന ആടകൾ, തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടം, ചിത്രത്തുന്നലുള്ള ചുവന്ന പട്ടും ഉടുക്കും, തൊഴിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഓലക്കുടയും ഉണ്ടാകും. കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ഒറ്റ നോട്ടത്തിൽ ഓണപ്പൊട്ടനെ വ്യത്യസ്തനാക്കുക ആ താടി തന്നെയാണ്. കമുകൻ പൂക്കല കൊണ്ടുള്ള നീണ്ട വെള്ളത്താടി ഓണപ്പൊട്ടൻ ചുണ്ടിന് മുകളിലാണ് കിട്ടുക. അതുകൊണ്ട് മൗനിയായ ഓണപ്പൊട്ടൻ ചുണ്ടനക്കിയാലും ആരും കാണില്ല. എങ്ങനെയുണ്ട് ഓണപ്പൊട്ടനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ? അപ്പോൾ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെക്കാളും നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഭാഗങ്ങളിൽ കണക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സൂപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്, കണ്ണൂർ ആ റേഞ്ചൊക്കെ വരുന്ന ആൾക്കാർക്കായിരിക്കും കേട്ടോ. എന്തായാലും ഇന്ന് നിങ്ങളോട് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഓണപ്പൊട്ടനെ പറ്റിയിട്ടാണ്. നാളെ മറ്റൊരു വിശേഷമായിട്ട് നിങ്ങളുടെ കാതുകളിലേക്ക് എത്താം. സോ അതുവരേക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.